Hey everyone, I cleared the THA exam recently, Alhamdulillah. A big thanks to Andosar and Messenger Academy. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഫോക്കസ് ചെയ്തത് ആൻഡോ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് ആയിരുന്നു. സാറിൻ്റെ ക്ലാസ് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ കൺസെപ്റ്റൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിന് എക്സാക്റ്റ് 1 month മുമ്പാണ് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഞാൻ പ്രിപ്പയർ ആക്കിയത്. എൻ്റെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ ഫാർമക്കോളജി, നോൺ ഫാർമക്കോളജി, കാൽക്കുലേഷൻസ്, മെഡിസിനൽ കെമിസ്ട്രി അങ്ങനെ എല്ലാ പോർഷനിലും എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി എക്സാം എഴുതുന്നവർ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഫോക്കസ് ചെയ്യുക. 3 to 4 times മിനിമം റിപ്പീറ്റ് ചെയ്യുക. എനിക്ക് 60% ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് കൺസെപ്റ്റ് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ആക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ മെഡിസിനൽ കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അമൽ സാറിൻ്റെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് സാറ് നമുക്ക് ഓരോ സ്ട്രക്ചറും മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രിക്സ് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാൽക്കുലേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇക്വേഷൻസ് ഒക്കെ നോക്കി പോവുക. ദെൻ ഫയൽസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ദെൻ ഗ്രൂപ്പിൽ ഡെയിലി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. റീസെൻ്റ്ലി എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, അത് പഠിക്കുക. എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ആൾസോ താങ്ക്സ് ടു മൈ മെൻറ്റേഴ്സ് ടെസിൻ സാർ ആൻഡ് അമൽ സാർ. എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ടൈമിൽ തന്നെ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് thanks to Messenger Academy and good luck to all.